ശ്രീ സബീനയാണ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. സബീന, താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കൾ ആ വിധിയിൽ സംതൃപ്തിയാണോ? കിരൺ, സംതൃപ്തിയാണോ എന്ന് കേട്ടാൽ അതിന് വ്യക്തമായിട്ട് ഒരു ഉത്തരം പറയാൻ നമുക്ക് വേറെ ഒന്ന് രണ്ട് പോയിന്റ്സ് എടുത്ത് പറയേണ്ടി വരും. ഞാനിതില് ഒന്ന് രണ്ട് പോയിന്റ്സ് എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കോട്ട് ചെയ്യേണ്ടി വരും. ഒന്ന്, ഈ ഇടയ്ക്ക് ഞാൻ ഈ കുരീപ്പുഴ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ ഒരു കവിതയിലുണ്ടായിരുന്നു. എന്നുവെച്ചാല് ഒരു പയ്യൻ അവരുടെ പ്രേമം നിരസിച്ച പെൺകുട്ടിയെ ഒളിഞ്ഞു നിന്ന് കല്ലെറിയുന്നു. കോടതി ആ കുട്ടി കേസുമായിട്ട് പോകുന്നു, കോടതിയെ കല്ലിനെ ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കല്ലുകൾക്കാണ് ഇപ്പൊ ശിക്ഷ കിട്ടിയിരിക്കുന്നത്. എറിഞ്ഞ ആൾക്ക്, ഇത് പ്ലാൻ ചെയ്ത ആൾക്ക്, അത് ആരാണെങ്കിലും. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിക്കാം സബീന. ബസ് സ്റ്റോപ്പിൽ നിന്ന് കോളേജ് യുവതിയെ ഒളിച്ചു നിന്ന് കല്ലെറിഞ്ഞു പൂവാലൻ. നെറ്റിയിലും ഹൃദയത്തിലും മുറിവേറ്റ അവൾ കോടതിയിലേക്ക് ഓടി. കോടതി കല്ലിനെ ശിക്ഷിച്ചു. അതാണ് ആ കവിത. അതെ, അത് എന്നെ ഈ ഇൻസിഡന്റുമായിട്ട് വളരെയധികം ലിങ്ക് ചെയ്ത ഒരു കവിതയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ജോനാഥൻ സ്വിഫ്റ്റിന്റെ ചില കോട്ടുകളുണ്ട്. അതൊക്കെ ഇവിടെ വളരെ പ്രസക്തമായിട്ട് തോന്നിയിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഇലാബറേറ്റ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. പിന്നെ ഇപ്പൊ റീസെന്റ് വിഷയം രാഷ്ട്രീയപരമായിട്ട് കൂടെ മാറിയോ എന്നുള്ളത്, ഇതിന്റെ ആ പെൺകുട്ടിയുടെ വിഷയം മാറിയിട്ട് ഇത് വളരെ രാഷ്ട്രീയപരമായിട്ടൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എന്തിനാണ് അതിനെ രാഷ്ട്രീയപരമായിട്ട് കാണുന്നതെന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടുക എന്നുള്ളത് വളരെ ഈ കേരളത്തിന്റെ മുഴുവൻ ആവശ്യമാണ്. ഇപ്പൊ സ്റ്റേറ്റ് ഈ പെൺകുട്ടിക്ക് വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിന്റെ കാശെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കാശാണ്, നമ്മുടെയൊക്കെ ആവശ്യമാണത്. ഈ കുട്ടിക്ക് അപ്പീൽ പോവുക എന്നുള്ളത് കേരളത്തിന്റെ ആവശ്യമാണ്. കേരളത്തിലെ ആൾക്കാരുടെ നികുതി പണം കൊണ്ടാണ് ഇതിന്റെ പ്രോസിക്യൂട്ടറെയൊക്കെ വെച്ച് ഇതിനു വേണ്ടി വാദിക്കുന്നത്. അപ്പൊ പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് ഗവൺമെന്റ് പ്രോസിക്യൂട്ടർ ഈ കുട്ടിക്ക് വേണ്ടി പോകുന്ന വക്കീല്, അവർക്ക് ഈ കേസിനെ കുറിച്ച് നന്നായിട്ട് അവർക്ക് അറിയാമെങ്കിലും അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ, എന്നുവെച്ചാൽ ആ ഒരു കുറ്റം ആരോപിച്ച ആ കുറ്റത്തിലേക്ക് അതിനെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ തെളിവുകളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അത് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് ഒരു ചോദ്യചിഹ്നമാണ്. അത് മാറിയിട്ട് എന്തായാലും വേറൊരു അപ്പെക്സ് കോടതിയിൽ പോവുകയോ എന്താണെങ്കിലും ഇതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും ഈ തെറ്റ് ചെയ്തവർക്ക് ശരിക്കും അവർക്ക് ശിക്ഷ കിട്ടുകയും വേണം. അതിപ്പോ ദിലീപ് ആയിക്കോട്ടെ, ഇനി വേറെ ആരെങ്കിലും ആയിക്കോട്ടെ. ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാരണം പുള്ളിയുടെ കഴിഞ്ഞ ദിവസത്തെ കോടതിയിൽ വന്നിട്ട് വരുന്ന സമയത്തും ഞാൻ ഒരുപാട് നോട്ടീസ് ചെയ്തു. പുള്ളി തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് വളരെ ഒരു വീരയോദ്ധാവിനെ പോലെ പോകുന്നതും, അടുത്ത് പല റേപ്പ് കൊട്ടേഷൻസും ഉടനെ വരുമോ എന്ന് വരെ ഞാൻ പ്രതീക്ഷിച്ചു. കാരണം അങ്ങനെയായിരുന്നു പുള്ളിയുടെ ഡയലോഗൊക്കെ. ഇത് സിനിമയല്ല, പുള്ളി സിനിമയിൽ അഭിനയിക്കും പോലെയാണ് എനിക്ക് തോന്നിയത്. റേപ്പ് കൊട്ടേഷൻസ് സിനിമയിൽ നിന്ന് വന്നതാണ്. മുമ്പ് ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മനോജ് കെ ജയൻ അഭിനയിച്ച ഒരു സിനിമയിൽ ഒരു കല്യാണത്തിന്റെ തലേന്ന് ഒരു പെൺകുട്ടിയെ റേപ്പ് കൊട്ടേഷൻ കൊടുത്ത് റേപ്പ് ചെയ്യുന്ന ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് അപ്പൊ സിനിമയിൽ ഇത് ഉണ്ട്, നേരത്തെ തന്നെ ഉണ്ട്. പക്ഷെ ഇത് പുറത്തേക്ക് അത് എത്തിപ്പെട്ടില്ല. ഈ പെൺകുട്ടിയിലൂടെയാണ് അത് പുറത്തേക്ക് എത്തിയത്. അപ്പൊ ഇതിനൊരു തീരുമാനം സിനിമയ്ക്ക് അകത്തുള്ളവർ എന്തുകൊണ്ട് ഇതിനെ ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല? എനിക്ക് തോന്നുന്നു സിനിമയിൽ നേരത്തെ തന്നെ അവർക്കൊക്കെ ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കേസാണ് റേപ്പ് കൊട്ടേഷൻ. നമ്മുടെ പൊതുജന സമൂഹത്തിലാണ് അത് പുതിയതായിരുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇതിനു വേണ്ടിയിട്ട് ഇത്രയധികം സംസാരിക്കുന്നത്. അപ്പൊ സിനിമയിലുള്ളവർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ളതിന് എനിക്ക് തോന്നുന്നത് അവർക്കിതൊക്കെ എപ്പോഴും സർവ്വസാധാരണമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ ശക്തമാണ്. ശ്രീ സബീന തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശിവദാസൻ, 6 പ്രതികൾ, പൾസർ സുനി അടക്കം 6 പേർ കുറ്റക്കാരാണെന്നും ദിലീപ് അടക്കമുള്ളവർ കുറ്റവിമുക്തരായുമുള്ള വിധി വരുന്നു. പക്ഷേ അപ്പോഴും കുറ്റക്കാരാണ് എന്ന് 6 പേർ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരെ കോടതി വിധിക്കുമ്പോഴും കേരളം ആ വിധിയെ അവിശ്വസിക്കുന്ന മട്ടിൽ പലരും പ്രതികരിക്കുന്നു. എന്തുകൊണ്ടാവും ഇപ്പോഴും അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നൊരു തോന്നൽ